നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിലിനുള്ളിലാണ് നമ്മുടെ അൺനോൺ സൊല്യൂഷൻ തരിക. അപ്പോൾ ഈ സൊല്യൂഷനിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഏതെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ സൊല്യൂഷനെ നമ്മൾ 100 ml മേക്കപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫണലിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലാസ് റോഡും ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡ്രോപ്പ് ആ ബോട്ടിലിൻ്റെ മൂടി തുറന്നതിന് ശേഷം ഒരു ഫണൽ ഇതിനുള്ളിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എയർ പാസേജ് ഉണ്ടാവണം. നമ്മൾ സൊല്യൂഷൻ വയ്ക്കുന്ന സമയത്ത് എയർ പാസേജ് പുറത്തേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പർ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, എയർ പാസേജ് നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ NaOH സൊല്യൂഷനാണ് ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്ലാസ് റോഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ എടുക്കുക. സൊല്യൂഷൻ എടുത്തതിന് ശേഷം ഇതാ ഈ രീതിയിൽ ഇങ്ങനെ മുട്ടിച്ച് പിടിക്കുക. അതായത് ഗ്ലാസ് റോഡിൻ്റെ ഏകദേശം ഒരു കാൽഭാഗത്തിൽ ഇതിങ്ങനെ മുട്ടിച്ച് വെക്കുക. ഈ സൊല്യൂഷൻ ഇതാ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുക, ചേരിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, തിരിച്ച് പഴയ പൊസിഷനിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഇതിങ്ങനെ എടുക്കുക. ഗ്ലാസ് റോഡ് നമ്മൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി പാടില്ല. വീണ്ടും ആ സൊല്യൂഷനിലേക്ക് ആ ബോട്ടിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതാ ഈ രീതിയിൽ നമ്മളിതിനെ റിൻസ് ചെയ്യുക. ഈ രീതിയിൽ റിൻസ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടും ഒരുപോലെ ചരിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. 2 പ്രാവശ്യം 3 പ്രാവശ്യമോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ ഇതേപോലെ വീണ്ടും വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഇതാ 2 പ്രാവശ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലിറ്റിൽ എമൗണ്ട് ഓഫ് വാട്ടർ മാത്രം, അത് കുറച്ച് വെള്ളം എടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ഫണൽ അതുപോലെ തന്നെ ആ ഗ്ലാസ് റോഡൊക്കെ ഒന്ന് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് പേപ്പർ പീസ് അങ്ങ് എടുത്ത് മാറ്റുക. ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കും. അതായത് നമുക്കിനി ഫണലിൻ്റെ നമുക്കിനി ഗ്ലാസ് റോഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് മേക്കപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. വാട്ടർ ആഡ് ചെയ്യുന്നതിന് ഒരു അളവുണ്ട്, അളവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര പോലെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കാണുന്നുണ്ടാവും. അതായത് ഇതാ ഇവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഒരു വൈറ്റ് മാർക്ക് അവിടെ ഉണ്ടാവും. ആ മാർക്കാണ് നമ്മുടെ 100 ml എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ 100 ml ഇത് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്യുക. അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കുറയും, നമ്മുടെ ആഡിൽ എറർ വരും. അപ്പോൾ ഡ്രോപ്പായിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളൊരിക്കലും ഇങ്ങനെ വെച്ച് നോക്കരുത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ കണ്ണിന് നേരെ പിടിച്ചിട്ട് വേണം ഇത് നോക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ കറക്റ്റായിട്ട് ആ വാട്ടർ ആ മാർക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രോപ്പ് ഇതിൻ്റെ മൂടി നമ്മളതിന് ഇട്ട് കൊടുക്കുക, ഷെയ്ക്ക് ചെയ്യുക. എന്നാ ഈ രീതിയിൽ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഷെയ്ക്ക് ചെയ്യുന്നത് എന്തിനാണ്, യൂണിഫോം കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഈ സൊല്യൂഷനെ നമ്മളൊരു പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഏതിലേക്ക് മാറ്റണം, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ആ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 ml ഒരു പിപ്പറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പിപ്പറ്റ് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഈ സൊല്യൂഷൻ അതായത് നമ്മുടെ ഈ മേക്കപ്പ് ചെയ്ത് വെച്ച സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് റിൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിൻസിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
അപ്പോൾ ആദ്യം ഈ പിപ്പറ്റ് നമ്മൾ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുക്കുക. കുറച്ച് എമൗണ്ട് ഞാൻ പിപ്പറ്റ് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ റിൻസിങ് മെത്തേഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മളിതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്പസമയം റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള സൊല്യൂഷൻ നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി പാടില്ല. ഇതൊന്ന് റിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഡീക്കാൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മെഷറിംഗ് ജാറിലേക്ക് ഞാൻ ഡീക്കാൻറ്റ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടാത്തതാണിത്. ഞാനപ്പോൾ ഡീക്കാൻറ്റ് ചെയ്തു. ഇനി എന്ത് വേണം, ഇതിൽ നിന്ന് 20 ml ഒന്ന് പിപ്പറ്റ് ഔട്ട് എടുക്കണം. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, കാരണം യൂണിഫോം കോൺസെൻട്രേഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 20 ml ഞാൻ ഇതിൽ നിന്ന് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. എയർ ബബിളൊന്നും കുടുങ്ങാത്ത രീതിയിൽ വേണം നിങ്ങൾ പിപ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കിനടുത്തേക്ക് കറക്റ്റ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ വശങ്ങളിലൊന്നും ടച്ച് ചെയ്യാതെ വേണം നമ്മൾ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അവസാനത്തെ ഒരു ഡ്രോപ്പ് അടക്കം വീണതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിവശം ഒന്ന് ടച്ച് ചെയ്ത് എടുക്കുക. എടുത്തതിന് ശേഷം അതിലേക്ക് 1-2 തുള്ളി ഇൻഡിക്കേറ്റർ, ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്തലിനാണ്, അത് ആഡ് ചെയ്യുക. ഫിനോഫ്തലിന് ആൽക്കലിയിലെ നിറം പിങ്ക് ആണ്. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ നിറം പിങ്ക് ആയി മാറുന്നു. നമുക്ക് തന്ന ആസിഡ് നമ്മൾ ബ്യൂററ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ബ്യൂററ്റ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ആ ആസിഡ് ഉപയോഗിച്ച് റിൻസ് ചെയ്യണം. റിൻസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 50 ml ബ്യൂററ്റിലാണ് നിറയ്ക്കുന്നത്. ആ ബ്യൂററ്റ് ഫുള്ളായി വെക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നോസിലിൻ്റെ താഴെ ഭാഗം ഫില്ലായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്യൂററ്റിലെ നമ്മുടെ ആസിഡിൻ്റെ നിരപ്പ് കറക്റ്റ് 0-യിലാണോ എന്ന് നോക്കണം. അതായത് നമ്മുടെ ലോവർ മെനിസ്കസ് ആണ് നോക്കുന്നത്, അത് കറക്റ്റ് 0-യുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ പിപ്പറ്റ് ചെയ്ത് വെച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നുണ്ട്, അതൊരു പിങ്ക് നിറത്തിലുണ്ട് അല്ലേ. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുക, നമ്മുടെ ബ്യൂററ്റിൻ്റെ അടിവശത്തേക്ക് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ ബ്യൂററ്റിൻ്റെ നോസിലും റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കും പിടിക്കുക. കോണിക്കൽ ഫ്ലാസ്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറക്കേണ്ടത്. ആസിഡ് ആഡ് ചെയ്യുന്നത് ധാരധാരയായിട്ടായിരിക്കണം, അതായത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എൻഡ് പോയിൻ്റ് കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. HCl ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫിനോഫ്തലിൻ്റെ കളറ് ഫെയ്ഡായി വരുന്നതായി കാണാം. ഒരൊറ്റ ഡ്രോപ്പിൽ നമ്മൾ എൻഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ഡ്രോപ്പിലാണ് നമുക്ക് എൻഡ് പോയിൻ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ബ്യൂററ്റ് റീഡിങ് നോക്കുന്നു.
ബ്യൂററ്റ് റീഡിംഗ് നോക്കുന്ന സമയത്ത് നമ്മൾ ബ്യൂററ്റ് സ്റ്റാൻഡിൽ നിന്നും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്കിവിടെ യൂസ് ചെയ്ത HClൻ്റെ അളവ് എന്ന് പറയുന്നത് 19.5 ml ആണ്. ടൈട്രേഷൻ കൺകോർഡൻ്റ് വാല്യൂ കിട്ടുന്നതുവരെ റിപ്പീറ്റ് ചെയ്യണം.